ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ആനുവൽ എക്സാമിൻ്റെ ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇംഗ്ലീഷാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളുടെ ചോദ്യപേപ്പറുകൾ STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ആൻസർ. ഒരു കഥ ടീച്ചർ പറഞ്ഞു തരും, അത് കേട്ട് നിങ്ങൾ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം കേട്ടോ. ലിസൺ ടു ദ സ്റ്റോറി ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്തായാലും സ്റ്റോറി കേൾക്കാം അല്ലേ. വൺ സാറ്റർഡേ മോർണിംഗ് മീര വാസ് വാക്കിംഗ് ടു ദ ലൈബ്രറി വെൻ ഷീ നോട്ടീസ്ഡ് എ ബ്രൗൺ വാളറ്റ് ലൈങ് നിയർ ദ ബസ് സ്റ്റോപ്പ്. ഒരു സാറ്റർഡേ മോർണിംഗ് മീര ലൈബ്രറിയിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ബസ് സ്റ്റോപ്പിൽ ഒരു വാളറ്റ്, ഒരു പേഴ്സ്, ബ്രൗൺ കളറിലൊരു വാളറ്റ് വീണ് കിടക്കുന്നത് കണ്ടു. ഷീ പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അവൾ അതെടുത്ത് ചുറ്റും നോക്കി. ബട്ട് നോ വൺ സീംഡ് ടു ബി സെർച്ചിങ് ഫോർ ഇറ്റ്. പക്ഷെ ആരും ഒരു വാളറ്റ് തിരയുന്നതായിട്ട് അവൾക്ക് തോന്നിയില്ല. ഇൻസൈഡ് ദ വാളറ്റ് ഷീ ഫൗണ്ട് സം മണി. വാളറ്റിനുള്ളിൽ അവൾ കുറച്ച് പണം കണ്ടു. എൻ ഐഡന്റിറ്റി കാർഡ് ആൻഡ് എ സ്മോൾ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ. പണം മാത്രമല്ല ഉള്ളത്, പിന്നെ എന്തൊക്കെയുണ്ട്, ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു പേപ്പറും ഉണ്ട്, ഫോൺ നമ്പർ എഴുതിയൊരു പേപ്പർ. മീര ഫെൽറ്റ് കൺഫ്യൂസ്ഡ് ഫോർ എ മൊമെൻറ്റ്. മീര ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഷീ നീഡഡ് മണി ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക് ബട്ട് ഷീ റിമെമ്പേർഡ് ഹെർ പാരൻസ് വേർഡ്സ് എബൌട്ട് ഹോണസ്റ്റി. അവൾക്ക് ഒരു പുതിയൊരു സ്റ്റോറി ബുക്ക് വാങ്ങാൻ പണം വേണം. പക്ഷേ അവളുടെ പാരൻസ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്, എപ്പോഴും ഹോണസ്റ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ സത്യസന്ധത വേണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഷീ ഡിസൈഡഡ് ടു ഡു ദ റൈറ്റ് തിങ്. അതുകൊണ്ട് തന്നെ അവൾ ശരിയായ കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു. മീര വെൻ ടു ദ നിയർ ബൈ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഹാൻഡഡ് ഓവർ ദ വാലറ്റ്. അവൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാളറ്റ് അവിടെ ഏൽപ്പിച്ചു കേട്ടോ. എന്നിട്ടോ ലേറ്റർ ദാറ്റ് ഈവനിങ് മീര റിസീവ്ഡ് എ ഫോൺ കോൾ. ആ ദിവസം വൈകുന്നേരം അവൾക്കൊരു ഫോൺ വന്നു. ദ വാളറ്റ് ബിലോങ്ഡ് ടു എൻ എൽഡർലി മാൻ ഹൂ ഹാഡ് ലോസ്റ്റ് ഇറ്റ് വൈൽ ട്രാവലിംഗ്. ആ വാളറ്റ് ആരുടേതായിരുന്നു? ഒരു വയസ്സായ ഒരാളുടേതായിരുന്നു. അയാൾ യാത്ര ചെയ്യുന്നതിനിടയിൽ കാണാതായതാണ്. ഹി താങ്ക്ഡ് മീര ഫോർ ഹെർ ഹോണസ്റ്റി ആൻഡ് റിട്ടേൺ ടു കളക്ട് ഹിസ് വാളറ്റ്. അയാൾ എന്ത് ചെയ്തു, മീരയ്ക്ക് നന്ദി പറഞ്ഞു, അവളുടെ സത്യസന്ധതയെ പ്രശംസിച്ചു അല്ലേ. മീര വെൻ ഹോം ഫീലിംഗ് പ്രൗഡ് ആൻഡ് ഹാപ്പി. അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൾക്ക് ഭയങ്കര പ്രൗഡായിരുന്നു, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫസ്റ്റ് വൺ എന്താണ്? വേർ ഡിഡ് മീര ഫൈൻഡ് ദ വാളറ്റ്. അവൾക്ക് എവിടെ നിന്നാണ് മക്കളെ വാളറ്റ് കിട്ടിയേ? ഇൻസൈഡ് ദ ലൈബ്രറി, നിയർ ദ ബസ് സ്റ്റോപ്പ്, അറ്റ് ദ മാർക്കറ്റ്, ഓൺ ദ റോഡ് ടു സ്കൂൾ. എവിടെ നിന്നാണ്? നിയർ ദ ബസ് സ്റ്റോപ്പ്, അല്ലെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ഇൻസൈഡ് ദ വാളറ്റ്. വാളറ്റിനുള്ളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഒൺലി മണി, പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണി ആൻഡ് കീസ്, മണിയും ചാവിയായിരുന്നു. സം മണി, ആൻ ഐഡൻറ്റിറ്റി കാർഡ് ആൻഡ് എ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ. കുറച്ച് മണി, പിന്നെ ഐഡൻറ്റിറ്റി കാർഡ്, ഫോൺ നമ്പർ ഉള്ള ഒരു പേപ്പറും. ഡി എന്താണ്? എ ഫോട്ടോ ആൻഡ് എ ലെറ്റർ, ഒരു ഫോട്ടോയും ഒരു കത്തും. എന്തൊക്കെയായിരുന്നു മക്കളെ ആ പേഴ്സിൽ ഉണ്ടായിരുന്നത്? സം മണി, ആൻ ഐഡൻറ്റിറ്റി കാർഡ് ആൻഡ് എ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. മീര ഫീൽ കൺഫ്യൂസ്ഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയത്? ബിക്കോസ് ഷീ നീഡഡ് മണി ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക്. അവൾക്കൊരു പുതിയ സ്റ്റോറി ബുക്ക് വാങ്ങാൻ വേണ്ടി പണം വേണമായിരുന്നു അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഹെൽപ്ഡ് മീര ഡിസൈഡഡ് ടു റിട്ടേൺ ദ വാളറ്റ്. എന്താണ് വാളറ്റ് തിരിച്ചു കൊടുക്കാൻ അവളെ ഹെൽപ്പ് ചെയ്തത്? ഹെർ ഫ്രണ്ട്സ് അഡ്വൈസ്, ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ്, ഉപദേശം. ദ പോലീസ് ഓഫീസർ, ഹെർ പാരൻസ് വേർഡ്സ് അബൌട്ട് ഹോണസ്റ്റി, പാരൻസിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള വേർഡ്സ്. ദ എൽഡർലി മാൻസ് ഫോൺ കോൾ, പ്രായമായിട്ടുള്ള ആളുടെ ഫോൺ കോൾ. എന്തായിരുന്നു മക്കളെ? യെസ്, ഹെർ പാരൻസ് വേർഡ്സ് അബൌട്ട് ഹോണസ്റ്റി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് മീര ഫീൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. കഥയുടെ അവസാനം മീരയ്ക്ക് എന്താണ് ഫീൽ ചെയ്തത്? സാഡ് ആൻഡ് വറീഡ്, സങ്കടമായിരുന്നു. ആംഗ്രി ആൻഡ് ടയേർഡ്, ദേഷ്യവും ക്ഷീണമായിരുന്നു. പ്രൗഡ് ആൻഡ് ഹാപ്പി, അഭിമാനവും സന്തോഷവുമായിരുന്നു. നെർവസ് ആൻഡ് സ്കെയേർഡ്, ആകെ പേടിയായിരുന്നു. എന്തായിരുന്നു? പ്രൗഡ് ആൻഡ് ഹാപ്പി അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ് കേട്ടോ പറയുന്നത്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്.
ലാസ്റ്റ് സൺഡേ അനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെൻ ടു ദ പാർക്ക് നിയർ ദ സ്കൂൾ. അവസാനത്തെ ഞായറാഴ്ച അനുവും കൂട്ടുകാരും എങ്ങോട്ടാണ് പോയത്? അവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. ദ പാർക്ക് ലുക്ക്ഡ് ഡൾ ബിക്കോസ് പ്ലാസ്റ്റിക് കവേഴ്സ്, പേപ്പേഴ്സ്, കപ്സ് ആൻഡ് ബോട്ടിൽസ് വെർ സ്കാറ്റേർഡ് എവരിവെയർ. ആ പാർക്ക് കണ്ടിട്ട് ആകെ ഒരു വൃത്തികേടല്ലേ? കാരണം എന്താ, അവിടെ ഒന്നായിട്ട് പ്ലാസ്റ്റിക് കവേഴ്സാണ്, പ്ലാസ്റ്റിക് കപ്സ്, ബോട്ടിൽസ് ആകെ മൊത്തം ചിന്നി ചിതറി കിടക്കുകയാണ്. ദ ചിൽഡ്രൻ ഫെൽറ്റ് സാഡ് ടു സീ ദ പാർക്ക് ഇൻ സച്ച് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിലെ പാർക്ക് കണ്ടപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും എന്തായി? ആകെ സങ്കടമായി. അനു സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് ക്ലീൻ ദ പാർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് പ്ലേയിങ്. അനു എന്ത് പറഞ്ഞു? നമുക്ക് കളിക്കുന്നതിന് പുറമെ എന്ത് കൂടി ചെയ്യാം? ഈ പാർക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഹെർ ഫ്രണ്ട്സ് എഗ്രീഡ് ഹാപ്പിലി. കൂട്ടുകാരെല്ലാം സന്തോഷത്തോടെ എഗ്രി ചെയ്തു. ദേ ബോട്ട് ഗ്ലൗസ് ആൻഡ് ബാഗ്സ് ഫ്രം ഹോം ആൻഡ് സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് ദ വേസ്റ്റ്. അവർ വീട്ടിൽ നിന്ന് ഗ്ലൗസും കവറും ഒക്കെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് കവേഴ്സും ബോട്ടിൽസും ഒക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി തുടങ്ങി. സം ചിൽഡ്രൻ സെപ്പറേറ്റ് പ്ലാസ്റ്റിക് ആൻഡ് പേപ്പർ വൈൽ അതേഴ്സ് സ്വെപ്റ്റ് ദ ഗ്രൗണ്ട്. ചില കുട്ടികൾ പേപ്പറും പ്ലാസ്റ്റിക്കും തമ്മിൽ സെപ്പറേറ്റ് ആക്കി വെച്ചു. ബാക്കി ചില കുട്ടികളോ ഗ്രൗണ്ടൊക്കെ, അവിടെ പാർക്കൊക്കെ അടിച്ചു വാരി. ആഫ്റ്റർ ക്ലീനിങ് ദ പ്ലാന്റഡ് എ ഫ്യൂ സ്മോൾ സാപ്ലിങ്സ് നിയർ ദ ഫെൻസ് ആൻഡ് വാട്ടേർഡ് ദം കെയർഫുള്ളി. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെന്താ ചെയ്തേ? വേലിയുടെ അടുത്തായിട്ട് ചെറിയ ചെറിയ സാപ്ലിങ്സ് ഒക്കെ, തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് അതിന് വെള്ളം നനച്ചു കൊടുത്തു. ദ പാർക്ക് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ അഗെയിൻ. ഇപ്പം എങ്ങനെയാണ് പാർക്ക് കാണപ്പെടുന്നത്? ലുക്ക്ഡ് ലൈക്ക് ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയായിട്ടും ഫ്രഷ് ആയിട്ടും കാണപ്പെട്ടു. പീപ്പിൾ ഹു വിസിറ്റഡ് ദ പാർക്ക് പ്രൈസ്ഡ് ദ ചിൽഡ്രൻ ഫോർ ദെയർ ഗുഡ് വർക്ക്. ആ പാർക്കിലേക്ക് വരുന്ന ആളുകളെല്ലാം കുട്ടികളെ പ്രശംസിച്ചു. ദ ചിൽഡ്രൻ ഫെൽറ്റ് പ്രൗഡ് ആൻഡ് പ്രോമിസ്ഡ് ടു കീപ് ദ പാർക്ക് ക്ലീൻ എവറി ഡേ. കുട്ടികൾക്ക് എല്ലാവർക്കും അഭിമാനമായി. അവർ പിന്നെ എന്ത് ചെയ്തു? എല്ലാ ദിവസവും പാർക്ക് ക്ലീൻ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വേർ ഡിഡ് അനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഗോ? എങ്ങോട്ടാണ് അനുവും കൂട്ടുകാരും പോയത്? ടു ദ മാർക്കറ്റ്, ടു ദ പാർക്ക്, ടു ദ ബീച്ച്, ടു ദ ലൈബ്രറി. എങ്ങോട്ടാ മക്കളെ? ടു ദ പാർക്ക്. പാർക്കിലേക്കാണല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ പാർക്ക് ലുക്ക് ഡൾ? എന്തുകൊണ്ടാണ് പാർക്കാകെ ഡള്ളായി കാണുന്നത്? ദ വർ നോ ട്രീസ്. മരങ്ങളില്ലാത്തത് കൊണ്ട്. ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുന്നത് കൊണ്ട്. വേസ്റ്റ് വാസ് സ്കാറ്റേർഡ് എവ്രിവെയർ. എല്ലായിടത്തും വേസ്റ്റുകൾ പരന്ന് കിടക്കുന്നത് കൊണ്ട്. ഇറ്റ് വാസ് വെരി സ്മോൾ. ചെറുതായതുകൊണ്ട്. എന്തുകൊണ്ടാണ്? വേസ്റ്റ് വാസ് സ്കാറ്റേർഡ് എവ്രിവെയർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഡു? എന്താണ് കുട്ടികൾ ചെയ്തത്? ദേ വെൻ ഹോം. അവർ വീട്ടിലേക്ക് പോയി. ദേ പ്ലേഡ് ഗെയിംസ്. അവർ ഗെയിം കളിച്ചു. ദേ ക്ലീൻ ദ പാർക്ക്. പാർക്ക് ക്ലീൻ ചെയ്തു. ദേ കോൾ ദ ടീച്ചർ. ടീച്ചറിനെ വിളിച്ചു. എന്താ ചെയ്തേ? യെസ്, ദേ ക്ലീൻ ദ പാർക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. പീപ്പിൾ പ്രൈസ്ഡ് ദ ചിൽഡ്രൻ ഫോർ. ആളുകൾ എന്തിനാണ് കുട്ടികളെ അഭിനന്ദിച്ചത്? യെസ്, അവർ നല്ല കാര്യം ചെയ്തത് കൊണ്ടല്ലേ. ഫോർ ദെയർ ഗുഡ് വർക്ക്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഡു ആഫ്റ്റർ ക്ലീനിങ് ദ പാർക്ക്? പാർക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്തേ? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ദ വെൻ ഹോം. അവർ വീട്ടിലേക്ക് പോയി. ദ പ്ലാന്റഡ് സാപ്ലിങ്സ്. അവർ തൈകൾ നട്ടുപിടിപ്പിച്ചു. ദ പ്ലേഡ് ഫുട്ബോൾ. ഫുട്ബോൾ കളിച്ചു. ദ വാട്ടേഡ്. അവർ വെള്ളം നനച്ചു. എന്താ ചെയ്തേ? ഇതിൽ ബിയും അതുപോലെ ഡിയും കറക്റ്റാണ് അല്ലേ? ദ പ്ലാന്റഡ് സാപ്ലിങ്സ് ആൻഡ് ദ വാട്ടേഡ്. രണ്ടും കറക്റ്റാണ് അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 3 പിക്ചർ സ്റ്റോറി. ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഒരു സ്റ്റോറി എഴുതാൻ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ ഷോർട്ട് നറേറ്റീവ്. നമ്മളോട് ആ പിക്ചേഴ്സ് ഓരോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കഥ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും എഴുതി നോക്കാം. എന്താ മക്കൾക്ക് എന്താണ് ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് മനസ്സിലായത്? കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് മരത്തിൽ നിന്ന് താഴെ വീണൊരു കുഞ്ഞിക്കിളിയെ കിട്ടുന്നു. ആ 3 കുട്ടികൾ എന്നിട്ട് ആ കുട്ടിക്ക് എന്താ പറയുക, വെള്ളമൊക്കെ കൊടുത്ത് അതിനെ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിൻ്റെ മുറിവ് മാറോളം അതിനെ ചികിത്സിക്കുന്നു. മുറിവ് മാറി കഴിഞ്ഞതിന് ശേഷം ആ കിളിയെ സ്വതന്ത്രനാക്കി പറത്തിവിടുന്നു അല്ലേ? ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കത് ഒന്ന് എഴുതി നോക്കാം കേട്ടോ ഇംഗ്ലീഷിൽ. One day, a group of children saw an injured bird lying on the ground.
ഒരു ദിവസം കുറച്ച് കുട്ടികൾ ഒരു ബേർഡ് നിലത്ത് ഇങ്ങനെ കിടക്കുന്നത്, മുറിവേറ്റൊരു ബേർഡിനെ കണ്ടു, നിലത്ത് കിടക്കുന്നത് കണ്ടു. ദേ ഫെൽറ്റ് സാഡ് ആൻഡ് ഗേവ് ദ ബേർഡ് സം വാട്ടർ ടു ഡ്രിങ്ക്. അവർക്ക് സങ്കടം തോന്നിയിട്ട് ആ കുഞ്ഞിക്കിളിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തു. ദേ ജെന്റ്ലി പ്ലേസ്ഡ് ദ ബേർഡ് ഇൻ എ സേഫ് ബോക്സ്. അവർ മെല്ലെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ബോക്സിൽ ആ കുഞ്ഞിക്കിളിയെ നിർത്തി. ആൻഡ് ടുക്ക് കെയർ ഓഫ് ഇറ്റ്. അതിനെ സംരക്ഷിച്ചു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ബേർഡ് ബിക്കേം ബെറ്റർ ആൻഡ് സ്ട്രോങ്ങർ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിക്കിളി എന്തായി? കുഞ്ഞിക്കിളിയുടെ മുറിവൊക്കെ മാറി സ്ട്രോങ്ങർ ആയിട്ട് മാറി. ഫൈനലി ദ ചിൽഡ്രൻ ഓപ്പൺ ദ ബോക്സ് ആൻഡ് ദ ബേർഡ് ഫ്ലൂ അവേ ഹാപ്പിലി. അവസാനം ആ കുട്ടികളെ ബോക്സ് തുറന്നു. ആ കുഞ്ഞിക്കിളി സന്തോഷത്തോടെ പറന്നുപോയി. ദ ചിൽഡ്രൻ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ദേ ഹെൽപ്ഡ് സേവ് എ ലൈഫ്. ആ കുട്ടികൾക്ക് ഒരു ജീവൻ രക്ഷിച്ചു എന്നോർത്ത് സന്തോഷം തോന്നി. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 4. എ ക്വസ്റ്റ്യൻ ആണ്, ബിയും ഉണ്ട് കേട്ടോ. എ ക്വസ്റ്റ്യൻ എന്താണ്? കോൺവെർസേഷൻ ആണ്, സംഭാഷണം എഴുതാനാട്ടോ പറയുന്നത്. യു വാണ്ട് ടു നോ അബൌട്ട് ദ നീഡ് ഫോർ ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ്. നിങ്ങൾക്ക് നല്ല ശീലങ്ങളെ കുറിച്ച് അറിയണം. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ മോം. നിങ്ങളും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത് കേട്ടോ. മീ, മോം, വൈ ഷുഡ് ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്? അമ്മേ, ഞാൻ എന്തിനാ രാത്രിയും രാവിലെയും ബ്രഷ് ചെയ്യുന്നത്? അപ്പൊ എന്തിനായിരിക്കും? അമ്മ എന്താ റിപ്ലൈ തരാം? മോം, ഇഫ് വി ഡോണ്ട് ബ്രഷ്, നമ്മൾ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ ജേംസ് ഗ്രോ ദർ ആൻഡ് കോസ് കാവിറ്റീസ്. ജേംസുകൾ അവിടെ വളർന്ന് കാവിറ്റീസ് ഉണ്ടാക്കാൻ കാരണമാവും. ബാഡ് സ്മെൽ ആൻഡ് ടൂത്ത് പെയിൻ. മാത്രമല്ല വായനാറ്റവും അതുപോലെ പല്ലുവേദനയും ഉണ്ടാവും. മീ, ബട്ട് വൈ ഷുഡ് ഐ ടേക്ക് എ ബാത്ത് എവറി ഡേ? ഓക്കെ, പക്ഷെ ഞാൻ എന്തിനാണ് എന്നും കുളിക്കുന്നത്? അപ്പൊ മാം എന്താ പറഞ്ഞേ? ബിക്കോസ് യു വിൽ ഫീൽ നൈസ്, ക്ലീൻ ആൻഡ് ഫ്രഷ്. കാരണം എന്താ? നിനക്ക് എന്നും കുളിച്ചാൽ നിനക്ക് ക്ലീൻ ആയിട്ടും ഫ്രഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. മീ, മോം, ഡോണ്ട് മേക്ക് മീ ഈറ്റ് വെജിറ്റബിൾസ് എവറി ഡേ, ഐ ഡോണ്ട് ലൈക്ക് ദം. അമ്മേ, എന്നും എനിക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് തരല്ലേ, എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പൊ മോം എന്താ പറഞ്ഞേ? ഈറ്റിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മേക്സ് യു സ്ട്രോങ് ആൻഡ് ഹെൽത്തി. എന്നും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചാൽ നിന്നെ സ്ട്രോങ്ങും അതുപോലെ ഹെൽത്തിയുമാക്കും. ദേ ഗിവ് യു എനർജി ടു റൺ, വാക്ക് ആൻഡ് പ്ലേ. അത് നിനക്ക് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെയുള്ള എനർജി തരുന്നുണ്ട്. മീ, ഓക്കെ ദെൻ ഐ വിൽ ഈറ്റ് ദം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനത് കഴിക്കാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ ഹെൽത്തീസ് കുറിച്ച് പഠിച്ചു? എന്നും ബ്രഷ് ചെയ്യണമെന്ന് പഠിച്ചു, അതുപോലെ ബാത്തിങ് എന്നും വേണമെന്ന് പഠിച്ചു, എന്നും കുളിക്കണം അല്ലേ. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എന്നും കഴിക്കണം എന്നും പഠിച്ചു. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4 ബി ക്വസ്റ്റ്യൻ നോക്കൂ. അതും കോൺവെർസേഷൻ തന്നെയാണ് കേട്ടോ. അരുൺ ലൈക്സ് ടു പ്ലേ ഇൻ ദ റെയിൻ. അരുണിന് മഴയത്ത് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഹി വാണ്ട്സ് ടു ടോക്ക് ടു ഹിസ് ടീച്ചർ അബൌട്ട് റെയിൻ. അവൻ അവൻ്റെ ടീച്ചറോട് റെയിനിനെ കുറിച്ച് ചോദിച്ചു. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ അരുൺ ആൻഡ് ഹിസ് ടീച്ചർ. അരുണും അവൻ്റെ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അരുൺ, ടീച്ചർ, വൈ ഓൾ ആർ ഹാപ്പി വെൻ ഇറ്റ് ഈസ് റെയിനിങ്? ടീച്ചറെ, എന്താ എല്ലാവരും മഴ പെയ്യുമ്പോൾ സന്തോഷിക്കുന്നത്? അപ്പൊ ടീച്ചർ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് ചെറിയൊരു കോൺവെർസേഷൻ നോക്കാം കേട്ടോ. അരുൺ, ടീച്ചർ, വൈ ഓൾ ആർ ഹാപ്പി വെൻ ഇറ്റ് ഈസ് റെയിനിങ്? മഴ പെയ്യുമ്പോൾ എന്താ എല്ലാവരും ഹാപ്പി ആവുന്നേ? ടീച്ചറുടെ റിപ്ലൈ നോക്കൂ. ബിക്കോസ് റെയിൻ ബ്രിങ്സ് വാട്ടർ ആൻഡ് ഇറ്റ് മേക്സ് എവറിത്തിങ് ഫ്രഷ്. കാരണം എന്താ? മഴ നമുക്ക് എല്ലാവർക്കും വെള്ളം തരും, മാത്രമല്ല എല്ലാം ഫ്രഷ് ആയിട്ട് നിൽക്കും. അരുൺ, ഐ ലൈക്ക് ടു പ്ലേ ഇൻ ദ റെയിൻ. എനിക്ക് മഴയിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ടീച്ചർ, ദാറ്റ്സ് ഫൺ അരുൺ, ബട്ട് ബി സേഫ്. അത് രസമാണ്, പക്ഷെ നമ്മൾ സേഫ് ആവണം. അരുൺ, ഐ വിൽ വിയർ എ റെയിൻ കോട്ട്. ഞാൻ റെയിൻ കോട്ട് ഇടാറുണ്ട്. ടീച്ചർ, ഓക്കെ, വെരി ഗുഡ്. ചെറിയൊരു കോൺവെർസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. ആക്ടിവിറ്റി 5 അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. യുവർ സ്കൂൾ ഹാസ് എ വെജിറ്റബിൾ ഗാർഡൻ. നിങ്ങളുടെ സ്കൂളിനൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. യു വോണ്ട് ഓൾ സെൽ ടു ഫ്രഷ് ആൻഡ് പോയിസൺ ഫ്രീ വെജിറ്റബിൾസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രഷും അതുപോലെ വിഷമില്ലാത്ത വെജിറ്റബിൾസും വിൽക്കണം. പ്രിപ്പയർ എൻ അഡ്വർടൈസ്മെന്റ് ഓൺ ഇറ്റ്. അതിനെ സംബന്ധിച്ച് ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പരസ്യം എഴുതി തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നമുക്ക് എന്തെല്ലാം എഴുതാം. നോക്കൂ, ടീച്ചർ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ഫ്രഷ് വെജിറ്റബിൾസ്, ഹെൽത്തി, ടേസ്റ്റി, ഫ്രഷ്ലി പിക്ക്ഡ് ഫ്രം അവർ സ്കൂൾ ഗാർഡൻ, പോയിസൺ ഫ്രീ ആൻഡ് ചീപ്പ് പ്രൈസ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച പോയിസൺ ഫ്രീ, വിഷമയമില്ലാത്തതും തുച്ഛമായ പ്രൈസിലും വിലയിലുമാണ് നിങ്ങൾക്ക് തരുന്നത്. അവൈലബിൾ ഓൺ എവറി ഫ്രൈഡേ. എല്ലാ വെള്ളിയാഴ്ചയും അവൈലബിൾ ആണ്. ചെറിയൊരു പരസ്യം. ഓക്കെ,
ഇനി ആക്ടിവിറ്റി 5-ലെ ബി നോക്കൂ, പോസ്റ്റർ ആണ് കേട്ടോ. യുവർ ഫ്രണ്ട്സ് ലൈക്ക് ടു ഈറ്റ് ജങ്ക് ഫുഡ് ലൈക്ക് പിസ്സ ആൻഡ് ബർഗർ. നിങ്ങളുടെ കൂട്ടുകാർക്ക് പിസയും ബർഗറൊക്കെ ഉള്ള ജങ്ക് ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. യു വാണ്ട് ടു മേക്ക് ദം അവെയർ ഓഫ് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്. നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് അവരെ. പ്രിപ്പയർ എ പോസ്റ്റർ ടു ബി ഡിസ്പ്ലേഡ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പം എന്തിനെ കുറിച്ചാണ്? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നതിനെ കുറിച്ച്, ജങ്ക് ഫുഡ് കഴിക്കരുത് എന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ടീച്ചർ ഇവിടെ ചെറിയൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. അവോയ്ഡ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കൂ. ജങ്ക് ഫുഡ് ഈസ് ടേസ്റ്റി ബട്ട് നോട്ട് ഹെൽത്തി. ജങ്ക് ഫുഡ് ടേസ്റ്റി ആണ്, പക്ഷെ അത് ഹെൽത്തി അല്ല. സ്റ്റോപ്പ് ജങ്ക് ഫുഡ്, സ്റ്റാർട്ട് ഗുഡ് ഫുഡ്. ജങ്ക് ഫുഡ് സ്റ്റോപ്പ് ചെയ്ത് ഗുഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യൂ. ചൂസ് ഫ്രൂട്ട്സ് നോട്ട് ഫ്രൈസ്. ഫ്രൂട്ട്സ് ചൂസ് ചെയ്യൂ, ഫ്രൈസ് ചൂസ് ചെയ്യരുത്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് വെച്ചാൽ എന്താ മക്കളെ പറയുന്നത്? നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിരുന്നാലേ മെൻ്റലി ഹെൽത്തി ആയിരിക്കുള്ളൂ. സ്റ്റേ ഹെൽത്തി. ഓക്കെ, ചെറിയൊരു ഹെൽത്തിനെ കുറിച്ചുള്ളൊരു പോസ്റ്റർ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസുകളും അതിന് ആൻസേഴ്സുകളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്